നമസ്തേ. ഓം ശ്രീ മാത്രേ നമ. ഇന്ന് തമിഴ്നാട്ടിലെ വൈത്തീശ്വരൻ കോവിലിനെ കുറിച്ചാണ് പറയുന്നത്. വൈത്തീശ്വരൻ കോവിൽ എന്ന് പറയുമ്പോൾ ശിവഭഗവാന്റെയും പാർവതീദേവിയുടെയും ക്ഷേത്രമാണ്. അവിടെ അങ്കാരകസ്വാമിയുണ്ട്. ചൊവ്വയുടെ ദോഷങ്ങളെല്ലാം മാറ്റുന്ന, ചൊവ്വാദോഷത്തിന് നമ്മൾ പരിഹാരം ചെയ്യാൻ പോകുന്ന ചൊവ്വയുടെ ക്ഷേത്രം കൂടിയാണ് വൈത്തീശ്വരൻ കോവിൽ. വൈത്തീശ്വരൻ കോവിൽ എന്ന് പറയുമ്പോൾ തന്നെ വൈദ്യനാഥനായ ശിവഭഗവാന്റെ ക്ഷേത്രമാണ്. ശിവഭഗവാൻ അവിടെ വൈദ്യനാഥൻ്റെ രൂപത്തിലാണ് നമുക്ക് കാണുന്നത്. ചെന്നാൽ ഉടൻ തന്നെ അതിഭയങ്കരമായ നല്ല ഐശ്വര്യമുള്ള ഗോപുരങ്ങളൊക്കെ അകത്ത് കടന്ന് ചെല്ലുമ്പോൾ നല്ലൊരു കുളമുണ്ട്. ആ കുളമൊക്കെ കണ്ട് അവിടെ ഇറങ്ങി കൈയും കാലും മുഖമൊക്കെ കഴുകി ഉപ്പും മഞ്ഞൾപ്പൊടിയും കുങ്കുമവും ഒക്കെ വാങ്ങി നമ്മൾ പോയി ഉപ്പ് അവിടെ ഭഗവാന് സമർപ്പിച്ച് അർച്ചനയ്ക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങി നമ്മൾ അകത്ത് കയറി വൈദ്യനാഥനായ മഹാദേവനെ ശിരസ് നമിച്ച് പ്രാർത്ഥിച്ച് ഓരോരുത്തരും അവിടെ അർച്ചന കഴിക്കുന്നു. അവിടെ അർച്ചന കഴിക്കുമ്പോൾ നമ്മുടെ എല്ലാ മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥനയുള്ളൂ. രോഗം കൊണ്ട് വലയുന്ന, കഷ്ടതകൾ അനുഭവിക്കുന്ന, മരുന്നുകൾ ഫലിക്കാത്ത, വളരെയേറെ വേദനകൾ അനുഭവിക്കുന്നവരുടെ എല്ലാം രോഗാദി ദുരിതങ്ങൾ മാറ്റി മരുന്നുകൾ ഭരിച്ച് ഒരു ആശ്വാസം നൽകണേ ഭഗവാനെ, രോഗങ്ങൾ വരാതെ ഞങ്ങളെ കാക്കണേ എന്ന് ഭഗവാനോട് മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ച് എല്ലാവർക്കും രോഗശാന്തി ഉണ്ടാകാൻ, രോഗശമനം ഉണ്ടാവാൻ, മരുന്നുകൾ കഴിച്ച് രോഗങ്ങളില്ലാതാവാൻ, അതുപോലെ മരുന്നുകളില്ലാതെ തന്നെ ദൃഢഗാത്രരായി നല്ല ആരോഗ്യമുള്ളവരായി തീരാൻ വൈദ്യനാഥനായ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിച്ച് അവിടെ അർച്ചനയൊക്കെ കഴിച്ച് നേരെ വലത്തോട്ട് തിരിയുമ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയുണ്ട്. സ്വാമിയെ നന്നായി പ്രാർത്ഥിച്ചു. ഇങ്ങനെ പ്രദക്ഷിണമായിട്ട് വരുമ്പോൾ കാണാം അങ്കാരകസ്വാമി. അങ്കാരക എന്ന് പറഞ്ഞാൽ ചൊവ്വയുടെ കാരകത്വമാണ്. ചൊവ്വാദോഷമുള്ളവർ, ചൊവ്വാദോഷം കൊണ്ട് വിവാഹം മുടങ്ങിയവർ, അതുപോലെ ചൊവ്വ കർക്കിടകൻ രാശിയിൽ നിന്നിട്ട് കേസ് വഴക്ക് പ്രശ്നങ്ങളൊക്കെ വന്നവരൊക്കെ ഇവിടെ വന്ന് അങ്കാരകമൂർത്തിക്ക് അർച്ചന നടത്തുകയാണ് പതിവ്. നമ്മുടെ നാട്ടിലെ പോലെ അർച്ചന എന്ന് പറഞ്ഞാൽ നാളികേരവും പഴവും അതുപോലെ മാലയും ഒക്കെ കൊടുത്ത് അവിടെ അർച്ചന നടത്തി ആരതി എടുത്തിട്ടാണ് നമുക്ക് നാളികേരത്തിൻ്റെ പകുതിയും പഴവും മാലയും ഒക്കെ തരും. അർച്ചന കഴിഞ്ഞ് നമ്മൾ നന്നായി പ്രാർത്ഥിച്ച് എല്ലാ ദോഷങ്ങളും, ചൊവ്വയുടേതായ എല്ലാ ദോഷങ്ങളും മാറി കേസ് വഴക്കുകളൊക്കെ തീർന്ന് ചൊവ്വാദോഷം എന്നുള്ള ദോഷവും കർക്കിടകത്തിൽ ചൊവ്വ വന്നിട്ടുള്ള ദോഷങ്ങളും എല്ലാം പ്രാർത്ഥിച്ച് നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങി നേരെ വരുമ്പോൾ അമ്മയുടെ നടയാണ്, പാർവതീദേവിയുടെ നടയാണ്. വിവാഹം വൈകിട്ടുള്ളവരെ, വിവാഹത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചൊവ്വാദോഷം കൊണ്ടൊക്കെ വലയുന്നവരൊക്കെ അമ്മയെ പ്രാർത്ഥിച്ച് അവിടെ കുങ്കുമമൊക്കെ ചാർത്തി മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുങ്കുമവും ഭസ്മവും ഒരു ചരടുമൊക്കെ നമുക്കവിടെ നിന്ന് കിട്ടും. അമ്മയുടെ ഫോട്ടോയൊക്കെ കിട്ടും. അപ്പോൾ കയറുമ്പോഴേ തന്നെ നമ്മൾ കുങ്കുമവും മഞ്ഞളും, ഉപ്പ് അവിടുത്തെ വലിയ വഴിപാടാണ്. കാരണം ഭഗവാൻ ഉപ്പ്, വൈദ്യനാഥനായ ശിവഭഗവാന് ഉപ്പ് സമർപ്പിക്കുന്നതോടുകൂടി ആ ഉപ്പ് അലിഞ്ഞു തീരുന്നത് പോലെ രോഗങ്ങളെല്ലാം അലിഞ്ഞില്ലാതാവുമെന്നാണ് സങ്കല്പം. അപ്പോൾ ഉപ്പ് ചാർത്തുക, അതുപോലെ അർച്ചന നടത്തുമ്പോൾ, കുങ്കുമാഭിഷേകം നടത്തുമ്പോൾ നെടുമംഗല്യം, ദീർഘസുമംഗല്യായി ജീവിക്കുവാൻ, മംഗല്യഭാഗ്യം നിലനിർത്തിക്കൊണ്ടുപോകാൻ, മംഗല്യഭാഗ്യം ഇല്ലാത്തവർക്ക് മംഗല്യം ഉണ്ടാവാൻ, എല്ലാ മംഗളങ്ങളും സംഭവിക്കുന്നതിന് വേണ്ടി അങ്കാരകനെയും പ്രാർത്ഥിച്ച് പാർവതീദേവിയെയും പ്രാർത്ഥിച്ച് പുറത്തു വരുമ്പോൾ അമ്മയ്ക്ക് കുങ്കുമം അർച്ചനയും നടത്തി മനസ്സ് തുറന്ന് പ്രാർത്ഥിച്ച് പോരാവുന്ന തമിഴ്നാട്ടിലെ ചൊവ്വയുടെ അല്ലെങ്കിൽ അങ്കാരകൻ്റെ ക്ഷേത്രമായ വൈത്തീശ്വരൻ കോവിലിൽ ഒരുപാട് ജ്യോതിഷ സംബന്ധമായ മുനിമാരുടെയൊക്കെ ആശ്രമമുണ്ട്. അവിടെ അടുത്തായിട്ട് വൈത്തീശ്വരൻ കോവിലിന് സമീപം നാഡീ ജ്യോതിഷം എന്ന് പറയുന്ന ജ്യോതിഷം, നമ്മളുടെയൊക്കെ രേഖകൾ അവിടെ ഉണ്ടെന്നൊക്കെയാണ് സങ്കല്പം. എന്തായാലും വൈത്തീശ്വരൻ കോവിലിൽ പോവുക, വൈദ്യനാഥ സ്വാമിയെ തൊഴുക, ഭഗവതിയെയും തൊഴുത് അങ്കാരകസ്വാമിക്ക് അർച്ചന നടത്തി, അങ്കാരക അമ്മയ്ക്ക് അർച്ചനയും നടത്തി
മനസ്സ് നിറഞ്ഞു പോരും. ഒരു നല്ല അനുഭവമായിരിക്കും. ഭഗവാന്റെ അനുഗ്രഹവും അമ്മ അംഗാരകസ്വാമിയുടെ അനുഗ്രഹവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.